61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദി എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് കേരള ബാങ്ക്? ഫസ്റ്റ് ഓപ്ഷൻ പാക്സ്, സെക്കൻഡ് ഓപ്ഷൻ UCBs, തേർഡ് ഓപ്ഷൻ ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ പാക്സ് ആൻഡ് UCBs. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ കേരള ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പേഴ്സ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും അതേപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ് കേരള ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പറായിട്ട് വരുന്നത്. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. ഇനി നമുക്ക് 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB ഈസ് അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഡൽഹി, സെക്കൻഡ് ഓപ്ഷൻ അമൂൽ, തേർഡ് ഓപ്ഷൻ ആനന്ദ്, ഫോർത്ത് ഓപ്ഷൻ കൈറ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? NDDB നാഷണൽ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ആനന്ദ് ഗുജറാത്തിലാണ്. എന്നാണ് NDDB ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? 1965. അപ്പോൾ 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാം. കാരണം റിപ്പീറ്റഡ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ആൻസറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ബൈലോസ് ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, second option mutual aid, third option each for all and all for each, fourth option all of the above. Basic idea behind cooperation. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. all of the above ആണ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് അതെ, അതേപോലെ തന്നെ മ്യൂച്വൽ എയ്ഡ് അതെ, ഈച്ച് ഫോർ all and all for each അതെ. അപ്പോൾ 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, all of the above. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ദാറ്റ് ഈസ് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് വാസ് ഗിവൺ ബൈ ഫസ്റ്റ് ഓപ്ഷൻ TN ഹജീല, സെക്കൻഡ് ഓപ്ഷൻ മഗ്ലഗൻ, തേർഡ് ഓപ്ഷൻ റോബർട്ട് ഓവൻ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെത്തേഡാണ് ഡൂയിങ് ബിസിനസ്. ഈ ഒരു കൊട്ടേഷൻ വാസ് ഗിവൺ ബൈ ആരാണ് നൽകിയിട്ടുള്ളത്? 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. TN ഹജീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, സെക്കൻഡ് ഓപ്ഷൻ റൈസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ, തേർഡ് ഓപ്ഷൻ റിമൂവൽ ഓഫ് ഇൽസ് ഓഫ് എ ക്യാപിറ്റലിസം, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഏതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷനായ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ അതെ, സെക്കൻഡ് റൈസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ അതെ, തേർഡ് റിമൂവൽ ഓഫ് ഇൽസ് ഓഫ് ക്യാപിറ്റലിസം അതെ. അപ്പോൾ ആൻസർ 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വാസ് നോട്ട് എ റോക്കഡേൽ പ്രിൻസിപ്പിൾ? ഫസ്റ്റ് ഓപ്ഷൻ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് ട്രേഡിംഗ്, തേർഡ് ഓപ്ഷൻ പാട്രോണേജ് ഡിവിഡൻഡ്, ഫോർത്ത് ഓപ്ഷൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ ഏതാണ് റോക്കഡേൽ പ്രിൻസിപ്പിൾസ് അല്ലാത്തത്? നോട്ട് എ റോക്കഡേൽ പ്രിൻസിപ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഒറിജിനേറ്റഡ് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾ ഇഫക്ട്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഹാസ് ഡെവലപ്ഡ് considerably in countries when capitalist economy is prevalent. As a result of this paradox, cooperation is termed as first option socio-economic movement, second option universal movement, third option state within a state, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഈവിൾ ഇഫക്ട്സ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പാരഡോക്സ്, അതായത് ക്യാപിറ്റലിസ്റ്റിന് ഒരു വിപരീത എഫക്റ്റായിട്ട് കോപ്പറേഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോപ്പറേഷൻ ഈസ് ടേംഡ് ആസ്. താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ്റെ ഏതാണ് സ്യൂട്ടബിൾ ആൻസർ? കോപ്പറേഷൻ ഈസ് ടേംഡ് ആസ്. ആൻസർ എ ആണ് ആൻസർ. സോഷ്യോ എക്കണോമിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ട്രെയിനിങ്, തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്,
ഫോർത്ത് ഓപ്ഷൻ കോപ്പറേറ്റീവ് ലിറ്ററേച്ചർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. സഹകരണ സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സഹകാരികളെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു കൊട്ടേഷൻ താഴെ കൊടുത്തിട്ടുള്ള ഏത് ഓപ്ഷനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? കണക്ട് വിത്ത് ദി ഇമ്പോർട്ടൻസ് ഓഫ്. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനുമായിട്ടാണ്. അപ്പോൾ 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NCCT is having a 3-tier system of cooperative training consisting of dash at the apex level, ICM at the middle level and subordinate training centers at lower level. First option cooperative colleges, second option state cooperative unions, third option Waminicom, fourth option NCERT. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് 3-tier സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണുള്ളത്. കൺസിസ്റ്റിംഗ് ഓഫ് ഡാഷ് അറ്റ് ദി അപ്പെക്സ് ലെവൽ. അപ്പെക്സ് ലെവലിലെ സ്ഥാപനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്നുണ്ട് ICM അറ്റ് ദി മിഡിൽ ലെവൽ. മിഡിൽ ലെവലിൽ ICM ആണ്. ആൻഡ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ് അറ്റ് ലോവർ ലെവലിൽ. അപ്പോൾ അപ്പെക്സ് ലെവലിൽ ഏതാണ്? അപ്പെക്സ് ലെവലിൽ ആൻസർ സി ആണ്, വാമിനിക്കോം ആണ്. അപ്പോൾ 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ. മെമ്പർ എഡ്യൂക്കേഷൻ സ്കീം sponsored by the NCUI was introduced in Kerala in dash as a pilot project. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മെമ്പർ എഡ്യൂക്കേഷൻ സ്കീം ആരാണ് സ്പോൺസേഡ് ചെയ്തിട്ടുള്ളത്? സ്പോൺസേഡ് ബൈ ദി NCUI നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള. ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ഇൻ. ആൻസർ ബി ആണ്. ആൻസർ 1957 ആസ് എ പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൾ ഓവർ ഇന്ത്യ ഫ്രം ഡാഷ് ടു ഡാഷ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് മുതൽ എന്ന് വരെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ അറിയാം. എന്ന് മുതൽ എന്ന് വരെയാണ്? 14 നവംബർ മുതൽ 20 നവംബർ വരെയാണ്. അപ്പോൾ നോക്കിയാൽ ആൻസർ ഓപ്ഷൻ 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ 14th of November to 20th of November. 14 നവംബർ മുതൽ 20 നവംബർ വരെ. അപ്പോൾ 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റെയിൻബോ ഫ്ലാഗ് ഹാസ് ബീൻ ദി കോപ്പറേറ്റീവ് എംബ്ലം സിൻസ്. ഫസ്റ്റ് ഓപ്ഷൻ 1914, സെക്കൻഡ് ഓപ്ഷൻ 1921, തേർഡ് ഓപ്ഷൻ 1931, ഫോർത്ത് ഓപ്ഷൻ 1934. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്ന് മുതലാണ് റെയിൻബോ ഫ്ലാഗ് കോപ്പറേറ്റീവ് എംബ്ലം ആയത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 1921, 1921 മുതലാണ് റെയിൻബോ ഫ്ലാഗ് കോപ്പറേറ്റീവ് എംബ്ലം ആയിട്ടുള്ളത്. അപ്പോൾ 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെമ്പർ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ 3-tier സ്ട്രക്ചർ കോർഡിനേഷൻ ഓഫ് മിൽക്ക് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആർ ദി കീ എലമെൻറ്റ്സ് ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ ഡയറി കോപ്പറേറ്റീവ്സ്, സെക്കൻഡ് ഓപ്ഷൻ ആനന്ദ് പാറ്റേൺ, തേർഡ് ഓപ്ഷൻ ഓപ്പറേഷൻ ഫ്ലഡ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മെമ്പർ ഓണർഷിപ്പ് ആൻഡ് കൺട്രോളും 3-tier സ്ട്രക്ചറും കോർഡിനേഷൻ ഓഫ് മിൽക്ക് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിങ്ങും ആർ ദി കീ എലമെൻറ്റ് ഓഫ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ കീ എലമെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ആനന്ദ് പാറ്റേൺസിൻ്റെ കീ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The provisions of the BR Act will not be applicable to primary agricultural credit societies and cooperative agricultural and rural development banks if first option that do not use the word bank, banker or banking as a part of their names. Second option, banking is not a part of this business. Third option, that do not act as the drawing of checks. Fourth option, all of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The provisions of the BR Act, BR Actലെ provisions will not be applicable അല്ല ടു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും ഇഫ് എങ്കിൽ. ആൻസർ വരുന്നത് 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദി എബോ ആണ്. നോക്കാം. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ദ ഡു നോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ദ വേർഡ് ബാങ്ക്, ബാങ്കർ ഓർ ബാങ്ക് ആസ് എ പാർട്ട് ഓഫ് ദെയർ നെയിംസ്. അവരുടെ നെയിംസിൻ്റെ കൂടെ ദ വേർഡ് ബാങ്ക്, ബാങ്കർ ഓർ ബാങ്കിങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ
അപ്പോൾ അതും കറക്റ്റാണ്, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. അതുപോലെ തന്നെ ബി സെക്കൻഡ് ഓപ്ഷൻ, ബാങ്ക് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ബിസിനസ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും എന്താണ് പാർട്ടല്ല ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്. ബാങ്ക് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ബിസിനസ്. അതുപോലെ അപ്പം സെക്കൻഡ് ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ സി നോക്കിയേ, ദ ഡു നോട്ട് ആക്ട് ആസ് ദ ഡ്രോയി ഓഫ് ചെക്സ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനും കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ഡ്രോയ് ഓഫ് ചെക്കായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സിയും കറക്റ്റാണ്. അപ്പോൾ എയും ബിയും സിയും കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡി ഓൾ ഓഫ് ദി എബോ ആൻസർ കൊടുക്കാം. അപ്പോൾ 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ലാർജർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ ഫസ്റ്റ് ഓപ്ഷൻ തമിഴ്നാട് ആൻഡ് മഹാരാഷ്ട്ര, സെക്കൻഡ് ഓപ്ഷൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്, തേർഡ് ഓപ്ഷൻ മഹാരാഷ്ട്ര ആൻഡ് കർണാടക, ഫോർത്ത് ഓപ്ഷൻ ഗുജറാത്ത് ആൻഡ് തമിഴ്നാടു. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ലാർജർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ. 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ഇൻ ഏഷ്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ പ്രവരനഗർ, സെക്കൻഡ് ഓപ്ഷൻ സാംഗ്ലി, തേർഡ് ഓപ്ഷൻ പൂനെ, ഫോർത്ത് ഓപ്ഷൻ ബാംഗ്ലൂർ. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ഇൻ ഏഷ്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, പ്രവരനഗർ ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാങ്ക് റെഗുലേഷൻസ് ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം ഫസ്റ്റ് ഓപ്ഷൻ 1 മാർച്ച് 1966, സെക്കൻഡ് ഓപ്ഷൻ 16 മാർച്ച് 1966, തേർഡ് ഓപ്ഷൻ 16 മാർച്ച് 1949, ഫോർത്ത് ഓപ്ഷൻ 1 മാർച്ച് 1949. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബാങ്ക് റെഗുലേഷൻസ് ആക്ട് എന്നു മുതലാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 1 മാർച്ച് 1966 മുതലാണ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്നാണ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് BR ആക്ട് എന്നാണ് BR ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളത്? BR ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളത് 10 മാർച്ച് 1949 എന്നാണ് BR ആക്ട് കമൻസ് ചെയ്തിട്ടുള്ളത്? കമൻസ് ചെയ്തിട്ടുള്ള ഡേറ്റ് 16 മാർച്ച് 1949 BR ആക്ട് കമൻസ് ചെയ്തിട്ടുള്ളത്. BR ആക്ട് എന്ന് മുതലാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അത് 1 മാർച്ച് 1966 മുതലാണ്. അപ്പോൾ 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മഹാരാഷ്ട്ര ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി സ്റ്റാർട്ടഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ 1895, സെക്കൻഡ് ഓപ്ഷൻ 1983, തേർഡ് ഓപ്ഷൻ 1950, ഫോർത്ത് ഓപ്ഷൻ 1980. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മഹാരാഷ്ട്രയിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഏത് വർഷമാണ്? 79ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഈസ് അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ USA, സെക്കൻഡ് ഓപ്ഷൻ ഡൽഹി, തേർഡ് ഓപ്ഷൻ ജനീവ, ഫോർത്ത് ഓപ്ഷൻ ബ്രസൽസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഒരു സെക്ടറാണ്. അതുകൊണ്ട് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ബ്രസൽസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഷാൾ അക്കമ്പനി ഡാഷ് കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ 1, സെക്കൻഡ് 2, തേർഡ് 3, ഫോർത്ത് ഓപ്ഷൻ 4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്ത ശേഷം അത് രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ആ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റിൻ്റെ എത്ര കോപ്പി അക്കമ്പനി ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, 4 കോപ്പീസ് ആണ്. കൃത്യമായിട്ട് തന്നെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ 12ഉം റൂൾ 9ഉം ആണ്. റൂൾ 9ൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് 4 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് അമെൻമെൻ്റ് ആണ്. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അതോറിറ്റി കോമ്പറ്റന്റ് ടു അമാൽഗമേറ്റ് ഓർ ഡിവൈഡ് സൊസൈറ്റി ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, ഫോർത്ത് ഓപ്ഷൻ ജനറൽ ബോഡി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റൻറ്റ് അതോറിറ്റി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ജനറൽ ബോഡിയാണ്. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 14
അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റിയിൽ പറയുന്നുണ്ട്. ആരാണ് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി? 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ജനറൽ ബോഡിയാണ്. സെക്ഷൻ 14 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ജനറൽ ബോഡിയാണെന്ന്. അപ്പോൾ 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി ഷാൾ കീപ് ഇലക്ഷൻ മെറ്റീരിയൽസ് ഫോർ ഡാഷ് മന്ത്സ്. ഫസ്റ്റ് ഓപ്ഷൻ 3, സെക്കൻഡ് ഓപ്ഷൻ 4, തേർഡ് ഓപ്ഷൻ 5, ഫോർത്ത് ഓപ്ഷൻ 6. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ മെറ്റീരിയൽസ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എത്ര നാളത്തേക്ക് കീപ്പ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ 3 months ആണ്. ഇതെവിടെ പറയുന്നുണ്ട്? റൂൾ 35A സബ് റൂൾ 7 കൃത്യമായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If a cooperative society fails to get it affiliated with the state cooperative union, such a society shall not entitled to any of the dash conferred on a cooperative society. First option stated, second option privileges, third option priorities, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫയൽസ് ടു ഗെറ്റ് അഫിലിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യാൻ എന്താണ് വിട്ടുപോകുകയോ അല്ലെങ്കിൽ എന്താണ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സച്ച് സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് ഷാൾ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി ഓഫ് ദി ഡാഷ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിനുള്ള അവകാശം എന്താണ് ഒരു അധികാരം കിട്ടില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ പ്രിവിലേജസ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 90 സബ്സെക്ഷൻ 4 പറയുന്നുണ്ട്. If a cooperative society fails to get it affiliated with a state cooperative union, such society shall not entitled to any of the privileges conferred on a cooperative society. 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the managing committee of state cooperative union, there are dash members representing Kerala State Cooperative Bank. First option 1, second option 2, third option 3, fourth option nil. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 2 members ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 89 ആണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മേ ഫ്രെയിം ദ സ്കീം കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ പ്ലാനിംഗ് വിങ്, ഫോർത്ത് ഓപ്ഷൻ ക്രെഡിറ്റ് വിങ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം, ആ ഒരു സ്കീം ഫ്രെയിം ചെയ്തിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഗവൺമെൻറ് ആണ്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 80C. സെക്ഷൻ 80C സബ്സെക്ഷൻ 1 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഗവൺമെൻറ് മേ ഫ്രെയിം ദ സ്കീം കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അതോറിറ്റി കോമ്പറ്റന്റ് ടു റൈറ്റ് ഓഫ് അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെപ്റ്റ്സ് ഓഫ് എ ബോറോവേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി. ഫസ്റ്റ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ ബോത്ത് ബി ആൻഡ് സി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബോറോവേഴ്സിൻ്റെ ഡെപ്റ്റ്സ്, അത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ നോൺ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉള്ള കോമ്പറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ബോത്ത് ബി ആൻഡ് സി. ദാറ്റ് മീൻസ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 74F റൈറ്റ് ഓഫ് ലോൺസിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ അതോറിറ്റി കോമ്പറ്റന്റ് ടു റൈറ്റ് ഓഫ് അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചർ ഡെപ്റ്റ്സ് ഓഫ് എ ബോറോവേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രജിസ്ട്രാർ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ 2K, സെക്കൻഡ് ഓപ്ഷൻ 2G, തേർഡ് ഓപ്ഷൻ 2P, ഫോർത്ത് ഓപ്ഷൻ 2S.
registrar is defined in section. Definition ചെയ്യുന്ന ഏത് സെക്ഷനിലാണ് ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്? സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 2P-ലാണ് രജിസ്ട്രാറിനെ കുറിച്ച് ഡെഫിനിഷൻ ഉള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 2K ഡിഫൈൻ ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. സെക്ഷൻ 2G ഡിഫൈൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 2S പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചുള്ള ഡെഫിനേഷനാണ് സെക്ഷൻ 2S പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 2S, പക്ഷേ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സെക്ഷൻ. അപ്പോൾ 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 108 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഡ്യൂട്ടി ഓഫ് ദി പോലീസ് ഓഫീസർ, സെക്കൻഡ് ഓപ്ഷൻ ഡ്യൂട്ടി ഓഫ് പബ്ലിക് സെർവൻറ്റ്, തേർഡ് ഓപ്ഷൻ ഡ്യൂട്ടി ഓഫ് ജുഡീഷ്യറി, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. സെക്ഷൻ 108 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A ആണ് ആൻസർ. ഡ്യൂട്ടി ഓഫ് ദി പോലീസ് ഓഫീസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 80 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഫസ്റ്റ് ഓപ്ഷൻ ടൈപ്പ്, സെക്കൻഡ് ഓപ്ഷൻ ഫിനാൻഷ്യൽ പൊസിഷൻ, തേർഡ് ഓപ്ഷൻ ഒബ്ജക്റ്റീവ്, ഫോർത്ത് ഓപ്ഷൻ ബോത്ത് A ആൻഡ് B. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ D ആണ് ആൻസർ. ബോത്ത് A ആൻഡ് B ആണ്. സെക്ഷൻ 80 സബ്സെക്ഷൻ 1 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് സൊസൈറ്റി ഷാൾ ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഫസ്റ്റ് ഓപ്ഷൻ അഫിലിയേറ്റഡ്, സെക്കൻഡ് ഓപ്ഷൻ ഫംഗ്ഷനിങ്, തേർഡ് ഓപ്ഷൻ അഫിലിയേറ്റഡ് ആൻഡ് ഫംഗ്ഷനിങ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ടൈപ്സ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സൊസൈറ്റീസിനാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണ് ആൻസർ. അഫിലിയേറ്റഡ് ആൻഡ് ഫംഗ്ഷനിങ് സൊസൈറ്റീസിനാണ് ഷാൾ ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 88 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU ആണ്. CCU മീൻസ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സെക്ഷൻ 88 സബ്സെക്ഷൻ 5 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ അഫിലിയേറ്റഡ് ആൻഡ് ഫംഗ്ഷനിങ് സൊസൈറ്റി ഷാൾ ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണ്. ഇനി നമുക്ക് 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The audit report of an apex society shall be laid before the legislative assembly by first option DCA, second option registrar, third option government, fourth option managing committee. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ ബി ലേഡ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മുമ്പാകെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വെക്കണം എന്നാണ് പറയുന്നത്. അത് ആരാണ് ചെയ്യേണ്ടത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ബൈ. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണ് ആൻസർ. ഗവൺമെൻറ് ആണ്. ഇതും കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 63 സബ്സെക്ഷൻ 11 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ ബി ലേഡ് ബിഫോർ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി മുമ്പാകെ വെക്കണം. ആരാണ് വെക്കേണ്ടത്? ബൈ ഗവൺമെൻറ് ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷാൾ സൂപ്പർവൈസ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ ആൻഡ് ഫിനാൻസിംഗ് ബാങ്ക്, സെക്കൻഡ് ഓപ്ഷൻ ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി, സൊസൈറ്റിയുടെ വർക്കിംഗ്. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ A ആണ് ആൻസർ. രജിസ്ട്രാർ ആൻഡ് ഫിനാൻസിംഗ് ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രി മേ എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് റെഫർഡ് ടു ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് ദി ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 70, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 72, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 75, ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 76. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിഗ്രി, ഉത്തരവ്, കോടതി വിധി. മേ എനി ഓർഡർ ആകാം, ഡിസിഷൻ ആകാം, അവാർഡ് ആകാം.
referred to in സെക്ഷൻ ഡാഷ് ഓഫ് ദി ആക്ട്. ആക്ടിലെ ഏത് സെക്ഷനിലാണ് പരാമർശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. സെക്ഷൻ 76ലാണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സൊസൈറ്റി കൺവീൻ ഇറ്റ്സ് എ ഡാഷ് ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ, it is deemed that the society is commenced working. First option special general body, second option annual general body, third option first general body, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് എ സൊസൈറ്റി കൺവീൻ ഇറ്റ്സ്, സൊസൈറ്റി വിളിച്ച് ചേർത്താൽ ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷന് ശേഷം സൊസൈറ്റി താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ജനറൽ ബോഡി വിളിച്ച് ചേർത്താലാണ് ഇറ്റ് ഈസ് ഡീംഡ് പരിഗണിക്കുന്നത് ദാറ്റ് ദി സൊസൈറ്റി, ആ സൊസൈറ്റി ഈസ് കമൻസ്ഡ് വർക്കിംഗ്, അതിൻ്റെ വർക്കിംഗ് കമൻസ് ചെയ്തു എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ജനറൽ ബോഡി രജിസ്ട്രേഷന് ശേഷം വിളിച്ചു ചേർത്താൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. ഫസ്റ്റ് ജനറൽ ബോഡിയാണ്. ഇഫ് സൊസൈറ്റി കൺവീൻ ഇറ്റ്സ് ഫസ്റ്റ് ജനറൽ ബോഡി ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ, ഇറ്റ് ഈസ് ഡീംഡ് ദാറ്റ് ദ സൊസൈറ്റി ഈസ് കമൻസ്ഡ് വർക്കിംഗ്. ഫസ്റ്റ് ജനറൽ ബോഡിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ റൂള് 8 പറയുന്നുണ്ട്. റൂൾ 8 ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ജനറൽ ബോഡിയാണ്. അപ്പോൾ 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് അറ്റാച്ച്മെന്റ് ദ സെയിൽ ഓഫീസർ ഷാൾ സെർവ് എ നോട്ടീസ് ഓഫ് ഡാഷ് ടു ദി ഡിഫോൾട്ടർ. ഫസ്റ്റ് ഓപ്ഷൻ കസ്റ്റഡി, സെക്കൻഡ് ഓപ്ഷൻ പൊസഷൻ, തേർഡ് ഓപ്ഷൻ അറ്റാച്ച്മെന്റ്, ഫോർത്ത് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് അറ്റാച്ച്മെന്റ്, ജപ്തി നടപടിയായിട്ട് ബന്ധപ്പെട്ട് ദ സെയിൽ ഓഫീസർ ഷാൾ സെർവ് എ നോട്ടീസ് സെർവ് ചെയ്യും സെയിൽ ഓഫീസർ ആർക്ക്? ടു ദി ഡിഫോൾട്ടർ, കുടിശ്ശികക്കാരന്. അത് ഏത് നോട്ടീസാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. അറ്റാച്ച്മെന്റ് നോട്ടീസാണ്. ഇൻ കേസ് ഓഫ് അറ്റാച്ച്മെന്റ് ദ സെയിൽ ഓഫീസർ ഷാൾ സെർവ് എ നോട്ടീസ് ഓഫ് അറ്റാച്ച്മെന്റ് ടു ദി ഡിഫോൾട്ടർ. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് ടു എൻഷുർ ദാറ്റ് ദ മെമ്പേഴ്സ് ഹാവ് ബീൻ intimated of the details of the election notification. First option presiding officer, second option state cooperative election commission, third option registrar, fourth option electoral officer. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് ഇൻറ്റിമേറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരുടെ ഡ്യൂട്ടി ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. ഇലക്ടറൽ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 35A പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പേഴ്സ് ഷാൾ ബി. ഫസ്റ്റ് ഓപ്ഷൻ 500, സെക്കൻഡ് ഓപ്ഷൻ 300, തേർഡ് ഓപ്ഷൻ 250, ഫോർത്ത് ഓപ്ഷൻ 50. മാക്സിമം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പേഴ്സ് ഷാൾ ബി. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 500 ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മാക്സിമം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പേഴ്സ് ഷാൾ ബി 500 ആണ്. എങ്ങനെയാണ് വരുന്നത്? 50 മെമ്പേഴ്സ് 2500 മെമ്പേഴ്സ് വരെ, അബവ് 2500 ബട്ട് ബിലോ 10,000 വരെ, 200 members. In any other cases, in any other cases വരുന്നത് 500 members ആണ്. അപ്പോൾ 50, 200, 500. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ 500 ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫൈൽഡ് ബിഫോർ ദി ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ ആർബിട്രേറ്റർ, തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, ഫോർത്ത് ഓപ്ഷൻ സിവിൽ കോർട്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫൈൽഡ് ബിഫോർ ദി ആരുടെ മുമ്പാകെയാണ് ഫയൽ ചെയ്യുന്നത്? 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് മുമ്പാകെയാണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 67 സബ് റൂൾ 3 പറയുന്നുണ്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫൈൽഡ് ബിഫോർ ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഇനി മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആർ ടു ബി ഫൈൽഡ് ബിഫോർ രജിസ്ട്രാർ. ഇപ്പോൾ 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് സി ആണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഫീസ് ബേയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഷാൾ ബി ഇലക്റ്റഡ് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 5 days, സെക്കൻഡ് ഓപ്ഷൻ 7 days, തേർഡ് ഓപ്ഷൻ 15 days, ഫോർത്ത് ഓപ്ഷൻ 1 month. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം
എത്ര നാളിനുള്ളിലാണ് ആ ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസ് ബേസിനെ ഇലക്ട് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 7 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് റാംസ് അക്സെപ്റ്റൻസ് ദാറ്റ് വാസ് എൻഡോസ്ഡ് ബൈ us to Salim is dishonored, the amount should be debited in our book to ഫസ്റ്റ് ഓപ്ഷൻ സലീംസ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ റാംസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബിൽസ് പേബിൾ അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രി അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോസിസ് അക്കൗണ്ടാണ്. അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോസിസ് അക്കൗണ്ടാണ്. അപ്പോൾ അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? റാമാണ് അക്സെപ്റ്റർ. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് നോക്കിയാൽ ഡെബിറ്റഡ് എന്ന് പറഞ്ഞേക്കണം. ഇഫ് റാംസ് അക്സെപ്റ്റൻസ് ദാറ്റ് വാസ് എൻഡോസ്ഡ് ബൈ us to Salim is dishonored, the amount should be debited. ഡെബിറ്റഡ് എന്ന് പറയാൻ അക്സെപ്റ്ററാണ്. അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരുടെ അക്കൗണ്ടാണ്? റാം അക്കൗണ്ടാണ്. അപ്പോൾ 101ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, റാംസ് അക്കൗണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റാംസ് അക്സെപ്റ്റൻസ് ദാറ്റ് വാസ് എൻഡോസ്ഡ് ബൈ us to. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേയ്മെൻറ്റ് തരാനുണ്ടായിരുന്നു. ആരാണ് തരാനുള്ളത്? റാമാണ് തരാനുള്ളത്. റാം നമുക്ക് പേയ്മെൻറ്റ് തരാനുള്ളപ്പോൾ റാമിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബില്ല് എഴുതി തയ്യാറാക്കി റാമിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. റാം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കി ആ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് തന്നു. അങ്ങനെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് റാം നമുക്ക് തിരിച്ചു തരാൻ നേരത്തും റാമിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്തായി? ക്രെഡിറ്റ് ബാലൻസ് ആയി. അങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് നിൽക്കാൻ നേരത്ത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് വരുന്ന ഏതാണ്? ബിൽസ് റിസീബിൾ ആണ്. ആ ബിൽസ് റിസീബിളിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ആ ബിൽസ് റിസീബിൾ നമ്മൾ വേറൊരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? എൻഡോസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ബിൽസ് റിസീബിളിൻ്റെ ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയി. അങ്ങനെ എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ബില്ല് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിട്ടുള്ള ഡ്യൂ ഡേറ്റിലോ മച്യൂരിറ്റി ഡേറ്റിലോ അത് ഡിസോണറായി. അങ്ങനെ ഡിസോണറായി കഴിഞ്ഞാൽ നമുക്ക് ആരാണ് അക്സെപ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്? റാമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. റാം അക്സെപ്റ്റ് ചെയ്ത് തരാൻ നേരത്ത് റാമിൻ്റെ ഡെബിറ്റ് ബാലൻസ് നമ്മൾ എന്താക്കിയായിരുന്നു? ക്രെഡിറ്റ് ബാലൻസ് ആക്കിയായിരുന്നു. അപ്പോൾ എന്താണ്? ആ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ക്രെഡിറ്റ് ബാലൻസ് വീണ്ടും നമുക്ക് റാം തരാനുള്ളതായിട്ട് പരിഗണിച്ച് ഡെബിറ്റ് ബാലൻസ് ചെയ്യും. അതുകൊണ്ടാണ് അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ആയത്. ആ പേയ്മെൻറ്റ് നമ്മൾ ഈ റാമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആർക്ക് കൊടുക്കണം? നമ്മൾ കൊടുക്കാനുള്ള എൻഡോസീസിന് കൊടുക്കണം, എൻഡോസിക്ക്. അപ്പോൾ ആ എൻഡോസിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോസീസ് ആണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ? ഡിസോണർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റാമാണ്. അപ്പോൾ ഇഫ് റാംസ് അക്സെപ്റ്റൻസ് ദാറ്റ് വാസ് എൻഡോസ്ഡ് ബൈ us to Salim ഇസ് ഡിസോണേഡ് ആകുമ്പോൾ ദ എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ അവർ ബുക്ക്. നമ്മുടെ ബുക്കിൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് റാംസ് അക്കൗണ്ടാണ്. അപ്പോൾ 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിവീൽസ് ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് ഇൻ ഹാൻഡ്, സെക്കൻഡ് ഓപ്ഷൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ ടോട്ടൽ ലയബിലിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിവീൽസ് നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ നേച്ചറുള്ള ഒരു അക്കൗണ്ടാണ്. ഇത് റിവീൽ ചെയ്യുന്നത്. 102ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു ഫിക്സ്ഡ് അസറ്റ്സ്? ഫസ്റ്റ് ഓപ്ഷൻ ദേ ആർ നോട്ട് മെന്റ് ഫോർ റീസെയിൽ ഓൺ പ്രോഫിറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ അറ്റ് സ്പെസിഫൈഡ് റേറ്റ്സ് ഈസ് ടു ബി ചാർജ്ഡ് ഓൺ മോസ്റ്റ് ഓഫ് ദി ഫിക്സ്ഡ് അസറ്റ്സ്. തേർഡ് ഓപ്ഷൻ ദേ ക്യാൻ ബി ഈസിലി ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഫോർത്ത് ഓപ്ഷൻ ദേ ആർ യൂസ്ഡ് ടു കണ്ടക്ട് ദ ബിസിനസ് ഓപ്പറേഷൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് ട്രൂ അല്ലാത്ത ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സ്ഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് ട്രൂ അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ദേ ആർ നോട്ട് മെൻറ്റ് ഫോർ റീസെയിൽ ഓൺ പ്രോഫിറ്റ്. ഫിക്സ്ഡ് അസറ്റ് ഒരിക്കലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് ട്രൂ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ട്രൂ ആണ്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ അറ്റ് സ്പെസിഫൈഡ് റേറ്റ് ഈസ് ടു ബി ചാർജ് ഓൺ മോസ്റ്റ് ഓഫ് ദി ഫിക്സ്ഡ് അസറ്റ്സ്. മോസ്റ്റ് ഓഫ് ദി ഫിക്സ്ഡ് അസറ്റ്സിന് ഡിപ്രിസിയേഷൻ സ്പെസിഫൈഡ് റേറ്റ്സിൽ ചാർജ് ചെയ്യും. അതും എന്താണ്? ട്രൂ ആണ്. ഇത് നോക്കിയേ. തേർഡ് ഓപ്ഷൻ ദേ ക്യാൻ ബി ഈസിലി ബി കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അത് ട്രൂ അല്ല. കാരണം ഈസിലി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫിക്സ്ഡ് അസറ്റ് കറണ്ട് അസറ്റ് ഇപ്പോൾ സ്റ്റോക്കൊക്കെയാണ് ഈസിലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഫിക്സ്ഡ് അസറ്റ് ഈസിലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നോട്ട് ട്രൂ ആണ്. ഓക്കെ. ഈ ലാസ്റ്റ് ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. ഫോർത്ത് ഓപ്ഷൻ ദേ ആർ യൂസ്ഡ് ടു കണ്ടക്ട് ദി ബിസിനസ് ഓപ്പറേഷൻ. അതും ട്രൂ ആണ്. അപ്പോൾ നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ
സി ആണ്. ദേ ക്യാൻ ബി ഈസിലി ബി കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അപ്പോൾ 103-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 104-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഐറ്റം ഈസ് നോട്ട് ക്രെഡിറ്റഡ് ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റ് സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി, തേർഡ് ഓപ്ഷൻ കൺസൈൻമെന്റ് സ്റ്റോക്ക്, ഫോർത്ത് ഓപ്ഷൻ കൺസൈനീസ് കമ്മീഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഐറ്റമാണ് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നത് സെയിൽസും അതേപോലെ തന്നെ കൺസൈൻമെന്റ് സ്റ്റോക്കും ആണ്. അപ്പോൾ ക്രെഡിറ്റിൽ വരാത്തത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺസൈനീസ് കമ്മീഷനാണ്. കാരണം കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ് വരേണ്ടത്. അതുകൊണ്ട് കൺസൈനീസ് കമ്മീഷൻ ഇസ് നോട്ട് ക്രെഡിറ്റഡ് ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ടാണ്. അപ്പോൾ 104-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ കൺസൈനീസ് കമ്മീഷൻ. കൺസൈനീസ് കമ്മീഷൻ എവിടെയാണ് വരുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റിലാണ് വരുന്നത്. അപ്പോൾ 104-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The portions of the acquisition cost of asset yet to be allocated is known as first option written down value, second option salvage value, third option accumulated value, fourth option realizable value. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The portions of the acquisition cost of asset ആണ്. Yet to be allocated is known as. 105-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. written down value ആണ്. written down value എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ, അതിൻ്റെ ഡിപ്രിസിയേഷന് ശേഷമുള്ള വാല്യൂ ആണ് ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 105-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. 106-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റേഷ്യോ ഇൻഡിക്കേറ്റഡ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ക്യാപിറ്റൽ ഹാസ് ബീൻ റൊട്ടേറ്റഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ടേൺ ഓവർ, തേർഡ് ഓപ്ഷൻ ഓപ്പറേറ്റിംഗ്, ഫോർത്ത് ഓപ്ഷൻ സ്റ്റോക്ക് ടേൺ ഓവർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ഏത് റേഷ്യോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ക്യാപിറ്റൽ എത്ര ടൈംസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് റേഷ്യോ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 106-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഓർ ആക്ടിവിറ്റി റേഷ്യോ ആണ്. അപ്പോൾ 106-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 107-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാലറി, വേജസ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ നോർമൽ കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ അബ്നോർമൽ കോസ്റ്റ്. സാലറി, വേജസ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ്. ടാഞ്ചിബിൾ ആണ്. എ ആണ് ആൻസർ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഡിപ്രിസിയേഷനും ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകൊക്കെ ആണെങ്കിൽ ഏതായിരുന്നു? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിരുന്നു. ഇത് സാലറി, വേജസ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആയതുകൊണ്ട് 107-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. 108-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോഡ്ലി സ്പീക്കിംഗ് എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബോവ് ദി പ്രൈം കോസ്റ്റ് ഇസ് നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്റ്റ് കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഫിക്സ്ഡ് കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഓവർ ഹെഡ്, ഫോർത്ത് ഓപ്ഷൻ സെയിൽസ്. എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബോവ് ദി പ്രൈം കോസ്റ്റിൻ്റെ മുകളിൽ ഏതായിരിക്കും? ഓവർ ഹെഡാണ്. 108-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഏത്? ഓവർ ഹെഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് പ്രൈം കോസ്റ്റ്. അതിൻ്റെ മുകളിലുള്ളത് ഏതാണ്? ഓവർ ഹെഡാണ്. ബ്രോഡ്ലി സ്പീക്കിംഗ് എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബോവ് ദി പ്രൈം കോസ്റ്റ് ഇസ് നോൺ ആസ്. 108-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഡാഷ് പീസ് റേറ്റ്സ് ആർ സെറ്റ് ഫോർ ഈച്ച് ജോബ്. ഫസ്റ്റ് ഓപ്ഷൻ 1, സെക്കൻഡ് ഓപ്ഷൻ 2, തേർഡ് ഓപ്ഷൻ 3, ഫോർത്ത് ഓപ്ഷൻ 4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ എത്ര പീസ് റേറ്റ് ആണോ ഈച്ച് ജോബുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 109-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 2 പീസ് റേറ്റ് ആണ്. 2 പീസ് റേറ്റ് എന്ന് പറയാൻ നേരത്തും സ്റ്റാൻഡേർഡ് ആയിട്ട് ജോബ് പെർഫോം ചെയ്തിട്ടുള്ളവർക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റും അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു ബിലോ റേറ്റുമാണ്. അങ്ങനെയാണ് 2 പീസ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈച്ച് ജോബുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 109-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 110-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ വൺ ഓഫ് ദി ഫോളോവിങ് ഇൻഡസ്ട്രി. ഫസ്റ്റ് ഓപ്ഷൻ സിവിൽ കൺസ്ട്രക്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഷിപ്പ് ബിൽഡിംഗ്, തേർഡ് ഓപ്ഷൻ ഓട്ടോമൊബൈൽസ്, ഫോർത്ത് ഓപ്ഷൻ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. താഴെ കൊടുത്തിട്ടുള്ളതിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ഏത് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കോസ്റ്റിംഗ്സ് ലാർജ് ടൈമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസ്ട്രക്ഷൻ ഒരു ഫീൽഡിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതാണ് കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ സിവിൽ കൺസ്ട്രക്ഷനും അതേ ലാർജും ഒരു ലെങ്തി ആയിട്ട് എടുക്കുന്നതല്ലേ. ഷിപ്പ് ബിൽഡിംഗ് അതെ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷനും
കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നോട്ട് യൂസ്ഡ് എന്ന് പറയാം. 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ഓട്ടോമൊബൈൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.